എന്നാലും ഇത്ര ടാലന്റും ലുക്കൊക്കെ ഉണ്ടായിട്ടും ചേട്ടൻ ഇതുവരെ പ്രേമിച്ചിട്ടില്ലേ? ഇല്ലായിരുന്നു. ഏ ഞാനല്ല പുറകെ പോയത്, എൻ്റെ പുറകെ. പക്ഷെ അതിലൊരു 3 ഗേൾസ് എൻ്റെ ദിൽസെ ഖതമാക്കിയിട്ടുണ്ട്. ഷോ ഹിന്ദി അറിയോ? ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹേ. എന്താ ചെയ്തേ ഡേർട്ടി ഗേൾസ്? ഉണ്ട്. അതില് ഒരുത്തി ഉണ്ടായിരുന്നു, ഓൺലൈൻ അറ്റാക്ക് അല്ലായിരുന്നോ? എടാ തോൻ ഇനി എന്നെ വിളിച്ച് ശല്യം ചെയ്തോണ്ടല്ലോ, ഞാൻ സൈബർ സെല്ലിൽ തന്നെ പേര് കൊടുത്തതാണ്, ഞാൻ അകത്താക്കും. അകത്താക്കുന്നൊന്നും പറയണ്ടായിരുന്നു ചേട്ടാ, ഒന്ന് വരട്ടി വിട്ടാ മതിയായിരുന്നു. ആന്നേ, ഞാനെന്തോരം പറഞ്ഞതാ. ഐ മീൻ ഓർത്തതാ. ഏതേട്ടാ അടുത്തവള്? മറ്റവള് ഓൺലൈൻ ആയിരുന്നെങ്കിൽ ഇവള് ഓഫ്ലൈൻ അല്ലായിരുന്നോ? ഒരു ദിവസം ഞാൻ നോക്കുമ്പോളേ എന്നോട് എസ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചാടും. ഈ മതിലിത് ചാടിയാ ചാവും. ഷോ എന്നിട്ട് എന്താ കുറെ ആലോചിച്ചപ്പോ ഞാൻ എൻ്റെ വീട്ടിൽ പോയി. എൻ്റെ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് ഞാൻ എൻ്റെ വീടിന്റെ സ്യൂട്ട് റൂമിലോട്ട് കയറിപ്പോയത്. പക്ഷെ ഇതിനൊക്കെ പറ്റുന്ന ഒരു കിടില ലവ് സ്റ്റോറി ഉണ്ട്. ഫൈറ്റും സോങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു മാസ സാധനം. എന്താ പറ എന്നോട് പറ. അതങ്ങനെ പറഞ്ഞ അതിന്റെ ത്രില്ല് പോലെ അത് കാണുകയും അതിൻ്റെ ഒപ്പം ഗെയിമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അതിന്റെ കളർ മനസ്സിലാവുള്ളൂ. അതെങ്ങനെ? അത് സിമ്പിൾ അല്ലേ. ഏഷ്യാവില്ലിന്റെ AV ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് പുതിയ ഗെയിമിഫൈഡ് ഷോ ആയ അവിയൽ കളിച്ചാ പോരെ. എൻ്റെ ലവ് സ്റ്റോറി എടുത്തിട്ടല്ലേ നമ്മൾ കണ്ടന്റ് ആക്കിയേക്കണേ. ശരിക്കും? അത് ഞാൻ സമ്മതിച്ചൊന്നുമില്ല. പിന്നെ ഇന്ത്യസ് ഫസ്റ്റ് ഗെയിമിഫൈഡ് എക്സ്പീരിയൻസ് അല്ലേ. ഈ ദിൽജിത്ത് കാരണം അവർ രക്ഷപ്പെട്ടു ഞാൻ വിചാരിച്ചു. ഷോ സൂപ്പർ. എന്ന് ഞാൻ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് അവിയൽ കളിക്കട്ടെ. കളി അലവലാതി, നീ ഇവിടെ വന്നിരിക്കുവാണോ? എടാ നീ കാലത്ത് എന്തോടെ മെസ്സേജ് ഇട്ട് നിനക്ക് മുന്തിരിത്തോട്ടത്തിൽ വെച്ചിട്ട് നിന്റെ പ്രേമം കൈമാറണോ? അതെ, എനിക്കൊരു ദിൽജിത്ത് മുന്തിരി എക്സ്പോർട്സിന്റെ ബിസിനസ് ഉണ്ട്. ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാം. കുട്ടി ഇവിടെ അവിയൽ കളിക്കും, ഞാൻ പോയി കൺവിൻസ് ചെയ്തിട്ട് വരാം. ഓക്കെ.